ഈശോയിലെ സ്നേഹമുള്ളവരെ, ദ വേ, രക്ഷയുടെ വഴിയിലൂടെ ഈ നോമ്പ് കാലത്ത് ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലത്ത് നടന്നു നീങ്ങിയ ഓരോ ഇടങ്ങളിലൂടെയും നമ്മൾ യാത്ര ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ വേദനകൾ, സഹനങ്ങൾ, കുരിശിൽ പേറിയ ആ മരണം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കും ചേർത്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ വേദനകൾ തമ്പുരാനിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ രക്ഷയുടെ വഴിയിലൂടെ ഈ ദിനങ്ങളിൽ നമുക്കും യാത്രയാകാം. എല്ലാ വെള്ളിയാഴ്ചകളിലും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഓരോ ഇടങ്ങളെ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഒരു അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ സഹകരണവും ഒത്തിരി സ്നേഹത്തോടെ പ്രതീക്ഷിക്കുകയാണ്. ദിവികാരുണ്യ ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, രക്ഷയുടെ വഴിയേ ഉള്ള ഒരു പ്രയാണമാണ് നോമ്പുകാലം. തമ്പുരാനോട് ചേർന്ന് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും കുരിശിൻ്റെ വഴിയെ നടന്നു നീങ്ങുവാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് എല്ലാ നോമ്പുകാലവും നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത്. ആത്മപരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസങ്ങളാക്കി ഈ നോമ്പുകാലത്തെ മാറ്റുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഏറ്റവും പ്രത്യേകമായിട്ട് മരുഭൂമി പകർന്നു നൽകുന്ന നോമ്പനുഭവത്തെ പറ്റിയാണ് നമ്മൾ ഈ ദിനം ധ്യാനിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങൾ ഈ നോമ്പിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ആത്മപരിത്യാഗത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ഇടങ്ങളാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളെ നമുക്ക് മാറ്റുവാനായിട്ട് കഴിയുന്നത്. മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയെ പറ്റിയും അതിൻ്റെ വേദനകളെപ്പറ്റിയും രോദനങ്ങളെപ്പറ്റിയുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് 2008 ബെന്യാമിൻ എഴുതിയ നോവലായ ആടുജീവിതം എന്ന നോവല് പബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കാം. അതിൽ അദ്ദേഹം മനോഹരമായിട്ട് കുറിച്ചിടുന്നുണ്ട് നജീബ് എന്ന മനുഷ്യൻ ആ മരുഭൂമിയുടെ യാതനയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളെപ്പറ്റി. പിന്നീട് ഇത് സിനിമയായിട്ട് മാറിയപ്പോഴും അതിൻ്റെ ടൈറ്റിലിൽ ഇപ്രകാരം കുറിച്ചിട്ടിട്ടുണ്ട്: നമുക്കറിയാത്ത ജീവിതങ്ങളെല്ലാം പലപ്പോഴും നമുക്ക് കെട്ടുകഥകളായിട്ട് തോന്നാമെന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. ഈ മരുഭൂമി അനുഭവത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ രണ്ട് വിധത്തിൽ നമുക്കതിനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും സകലതും നഷ്ടപ്പെടുന്ന ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ മരുഭൂമി അനുഭവം നമ്മുടെ ജീവിതത്തിൽ മാറിയേക്കാം. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈശോ നമുക്ക് കാണിച്ചു തന്ന മാർഗം, ദൈവപിതാവിനെ ചേർത്ത് വെച്ച് മരുഭൂമി അനുഭവം ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവസ്നേഹത്തിൻ്റെ ദൈവകൃപയുടെ ഇടമാക്കി മാറ്റപ്പെടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോമ്പെന്നൊക്കെ പറയുന്നത് കൃപയുടെ ദിവസങ്ങളായിട്ട് ദൈവാനുഭവത്തിൻ്റെ ദിവസങ്ങളായിട്ട് മാറുന്നത്. പഴയ നിയമ പുസ്തകത്തിൽ തുടങ്ങി മരുഭൂമി അനുഭവങ്ങളെപ്പറ്റി നമ്മൾ കാണാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. ഇസ്രായേൽ ജനം ഏകദേശം 40 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുവെന്ന് പഴയ നിയമ പുറപ്പാട് അനുഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ 40 ദിനരാത്രങ്ങളിൽ എന്നൊക്കെ ഇവർ തമ്പുരാനോട് ചേർന്ന് നിന്നിട്ടുണ്ടോ, ആ ദിനങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ ഈ മരുഭൂമി അനുഭവത്തിൽ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിന് മുൻപ് മോശെ 40 ദിവസങ്ങൾ മരുഭൂമിയിൽ ദൈവസന്നിധിയിലായിരുന്നു പ്രാർത്ഥിച്ചു എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മരുഭൂമി അനുഭവങ്ങളിലൊക്കെ എന്നൊക്കെ മോശ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ജനതയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആ നിമിഷങ്ങളിലെല്ലാം മറ്റു രാജ്യങ്ങളുടെ മുൻപിൽ, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വേദനകളുടെയും ദുഃഖങ്ങളുടെയും മുൻപിൽ ഇസ്രായേൽ ജനം വിജയിച്ചു കൊണ്ടിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അതായത് നമ്മുടെ മരുഭൂമി അനുഭവങ്ങളിൽ തമ്പുരാനെ എന്ന് ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. പലപ്പോഴും ജീവിതത്തിൽ അല്പം വേദന വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, അല്പം നൊമ്പരങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ആശയങ്ങളിൽ ജീവിതം ഒതുക്കി തീർക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ജീവിതം തന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചേക്കാം,
എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം ജീവൻ അവസാനിപ്പിച്ച് കളയുന്ന വ്യക്തികൾ വരെയുണ്ട്. സ്നേഹമുള്ളവരെ, മരുഭൂമി അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതൊരിക്കലും പറഞ്ഞാൽ ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല ദൈവം ചിലപ്പോൾ ചില സഹനങ്ങൾ, വേദനകളൊക്കെ വെച്ച് നീട്ടുന്നത്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട്. ആ വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആ മഠത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ നിൽക്കുമ്പോഴെല്ലാം താൻ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലമോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് മുൻപിലേക്ക് എന്നും വെളിച്ചമാകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങൾക്ക് മുൻപിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആ വിശുദ്ധ ആരംഭിച്ചപ്പോൾ, സ്നേഹമുള്ളവരെ, ആ വിശുദ്ധിയുടെ ജീവിതം സ്വർഗത്തിൽ എല്ലാവർക്കും സുഗന്ധം വരുത്തുന്ന, അല്ലെങ്കിൽ ഭൂമിയിൽ നമുക്കെല്ലാം മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധയുടെ ജീവിതമായിട്ട് മാറുകയാണ്. ആ വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന മറ്റൊരു പുണ്യം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളിൽ പോലും നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുവാനായിട്ട് അവൾ കാണിക്കുന്ന പരിശ്രമമാണ്. തന്നെ കാണാൻ വരുന്ന അതിഥികളുടെ കയ്യിൽ നിന്ന് ചെറിയ മുറിത്തിരികൾ ഈ വിശുദ്ധ സ്വന്തമാക്കിയിരുന്നു. എന്നിട്ട് രാത്രികാലങ്ങളിൽ ഇത് മഠത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ കത്തിച്ചു വെച്ചുകൊണ്ട് ആ ഇടനാഴിയിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രകാശമാകുവാനായിട്ട് ഇവൾ പരിശ്രമിച്ചു. സ്നേഹമുള്ളവരെ, ഇന്ന് നോക്കണേ, ഭരണങ്ങാനത്ത് ആ വിശുദ്ധയുടെ കബറിടത്തിങ്കൽ മെഴുകുതിരികൾ അണഞ്ഞ ഒരു സമയമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം പ്രകാശിപ്പിക്കുവാനായിട്ട് ഒരു വ്യക്തി ആരംഭിക്കുമ്പോൾ പിന്നീട് ആ വ്യക്തിയുടെ ജീവിതം തന്നെ ദൈവം പ്രകാശമാക്കി, അനുഗ്രഹമാക്കി, കൃപയാക്കി മാറ്റുകയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതൊരിക്കലും നിന്റെ നാശത്തിനല്ല, മറിച്ച് നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന്. അതുകൊണ്ട് മരുഭൂമി അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒറ്റപ്പെടലിൻ്റെയും വേദനകളുടെയും നിമിഷം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരിക്കട്ടെ. എത്ര തകർന്നു കടന്നാലും, എത്ര വീണു പോയാലും, എത്ര വേദനകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും നമ്മളെ രക്ഷിക്കുവാനായിട്ട് നമുക്കൊരു കർത്താവുണ്ട്. അതായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്നൊക്കെ പറയുന്നത് അത് തന്നെയായിരുന്നു. എത്ര രാജ്യങ്ങൾ വേണമെങ്കിലും യുദ്ധത്തിന് വന്നോട്ടെ, പക്ഷേ തമ്പുരാന്റെ വാഗ്ദാന പേടകം കൂടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ പരാജയപ്പെട്ടു പോകുകയില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഗോലിയത്തിനെ ദാവീദ് എന്ന് പറഞ്ഞ ഒരു കാലിച്ചിറക്കം മലത്തിയടിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഒന്നാകെ വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾക്കൊരു കർത്താവുണ്ട്. എത്രയധികം വീണുപോയാലും, എത്രയധികം തകർന്നു പോയാലും അവിടുന്നെല്ലാം ഞങ്ങളെ ഉയർത്തിയെടുക്കുവാൻ ശക്തനായ ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. ഈ ഒരു ബോധ്യം ഈ നോമ്പ് കാലത്ത് നമുക്കുണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ എത്രയധികം വീണുപോയ മനുഷ്യരാണോ നിങ്ങൾ? തളർന്നു പോയ മനുഷ്യരാണോ നമ്മൾ? അല്ലെങ്കിൽ പാപത്തിലേക്ക് വീണ് പാപത്തിലൂടെ ഇന്നും ചരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ പോലും ഈ നോമ്പ് ദിവസങ്ങൾ നമ്മളോട് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. വീണെടുത്ത് നിന്നും, തളർന്നു പോയെടുത്ത് നിന്നും, തകർന്നു പോയെടുത്ത് നിന്നും ഉയർത്തു വരുവാനായിട്ടൊരു ഓർമ്മപ്പെടുത്തൽ ഈ നോമ്പുകാലം തരുന്നുണ്ട്. വേദനകളുടെ മരുഭൂമിക്കപ്പുറം ദൈവകൃപ വർഷിക്കപ്പെടുന്ന ഒരു ഇടം എൻ്റെയും നിൻ്റെയും ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് നിമിഷങ്ങളാകട്ടെ, പരാജയപ്പെട്ടു പോകുന്നിടത്തുനിന്ന് നമുക്ക് വീണ്ടും ആരംഭിക്കുവാനായിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതത്തിലെ ചില വേദനകൾ അല്ലെങ്കിൽ മരുഭൂമി അനുഭവങ്ങൾ നമുക്ക് പകർന്നു തരികയാണ്. സുവിശേഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലെ യേശുവിൻ്റെ മരുഭൂമി അനുഭവത്തെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നോമ്പുകാലം ആരംഭിക്കുന്നത് തന്നെ ഈ വചനഭാഗം ധ്യാനിച്ചുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, അതായത് വീണു പോകുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന അവസ്ഥയിൽ പോലും തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന, അല്ലെങ്കിൽ എന്നെ അയച്ച പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന ഒരു പുത്രൻ്റെ ബോധ്യത്തിൻ്റെ ആഴമളക്കുന്ന സുവിശേഷ ഭാഗമാണ് മത്തായി സുവിശേഷം 4-ാം അധ്യായം എന്ന് പറയുന്നത്. പ്രലോഭനങ്ങൾ ഒരുപാടുണ്ടായിക്കൊള്ളട്ടെ, ലോകമോഹങ്ങൾ വെച്ച് നീട്ടിക്കൊള്ളട്ടെ, ശരീരത്തിൻ്റെ ചില ഇഷ്ടങ്ങൾ മുമ്പിലേക്ക് വെച്ച് നീട്ടിക്കൊള്ളട്ടെ, പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു ഹിതം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കപ്പെടേണ്ടതുണ്ട്. അത് പൂർത്തിയാക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ക്രിസ്തു നമുക്ക് നൽകുന്നുണ്ട് ഈ സുവിശേഷ ഭാഗത്തിലൂടെ. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഒരുപാട് പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടപ്പെട്ടിട്ടുണ്ടാകാം. ഇന്നത്തെ ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടി നാളത്തെ വലിയ ലക്ഷ്യങ്ങളെ മറന്നു പോകുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നൊരു പാഠമുണ്ട്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയം അത്രയും പിതാവിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കുവാനുള്ള
ദിവസങ്ങളാണെന്ന, അതായത് ഭൂമിയിൽ നമ്മൾ എത്ര കാലം ജീവിക്കുന്നുവോ അതെല്ലാം പരിമിതമായ ദിവസങ്ങളാണെന്നും നമ്മളുടെ യഥാർത്ഥമായ യാത്ര സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനമാണെന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ടായിരിക്കാം ഫ്രാൻസിസ് പാപ്പ 2025 പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന രീതിയിൽ നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യേണ്ടവരാണെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കൊക്കെ നൽകിയത്. അതുകൊണ്ട് ജീവിതത്തിലേക്ക് വേദനകൾ, ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ, മറ്റൊരു വിധത്തിൽ മരുഭൂമികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ തമ്പുരാനെ ചേർത്ത് പിടിക്കുവാനായിട്ട് കഴിയട്ടെ. ദൈവം കൂടെയുള്ള മരുഭൂമി അനുഭവങ്ങൾ നമുക്കൊരിക്കലും വേദനയുടെ ദിവസങ്ങളായിരിക്കില്ല, സഹനത്തിൻ്റെ ദിവസങ്ങളായിരിക്കില്ല. കർത്താവിൻ്റെ വചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ചിലപ്പോഴൊന്ന് വീണു പോയേക്കാം, അല്പം ബുദ്ധിമുട്ടിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയേക്കാം, സഹനങ്ങളിലൂടെ കടന്നു പോയേക്കാം. പക്ഷേ നമ്മൾ ഒരിക്കലും വീണു പോകത്തില്ല. ദൈവത്തെ ആശ്രയിക്കുന്നവർ ഒരിക്കലും വീണു പോകുന്നില്ല. വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം, പക്ഷേ അവരൊരിക്കലും വീണു പോകുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നുള്ള വചനത്തിൻ്റെ വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഈ നോമ്പുകാരൻ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. ജോർജ് സീമൺ എന്ന് പറഞ്ഞ സ്കോട്ട്ലൻഡുകാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒന്നാംകിട ലോകരാഷ്ട്രമായ അമേരിക്കയിലേക്കൊന്ന് കരയേറി തൻ്റെ ജീവിതം അല്പം മെച്ചപ്പെടുത്തണം, തൻ്റെ കുടുംബത്തെ ഒരല്പം കൂടി സുരക്ഷിതമാക്കണം, ഇന്നത്തെ കഷ്ടപ്പാടിൽ നിന്നൊക്കെ ഒരല്പം മോചനം ലഭിക്കണം. അത് ആ വ്യക്തിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ വളരെ കാത്തിരുന്ന് അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകുവാനായിട്ട് ഒരു വിസ ലഭിക്കുകയാണ്. പക്ഷേ ആ യാത്രയ്ക്ക് ഏകദേശം ഒരു 2-3 ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ മകനെ ഒരു നായ കടിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിസ നിരസിക്കപ്പെടുകയാണ്. കപ്പൽ യാത്രയാണ്, അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കടിച്ച നായയ്ക്ക് എന്തെങ്കിലും പേവിഷബാധ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ യാത്രയിൽ അതൊരു ദുസ്സൂചനയായിട്ട് മാറും, അല്ലെങ്കിൽ മറ്റുള്ളവരെ അത് ബുദ്ധിമുട്ടിലാക്കുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിസ നിരസിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന് ദൈവത്തോട് വലിയ നിരാശ തോന്നി. ജീവിതത്തിലെന്നും ദൈവഹിതമനുസരിച്ച് ജീവിച്ച വ്യക്തിയാണ്. ദൈവഹിതത്തിനെതിരായിട്ട് അദ്ദേഹം ഒന്നും പെരുമാറിയിട്ടില്ല. എന്നിട്ടും ഈ വിധി എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നോർത്ത് ആ മനുഷ്യൻ ഒരുപാട് നിരാശപ്പെടുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം പോലും ഉലഞ്ഞു പോകുമെന്നുള്ള ഒരവസ്ഥയിലെത്തി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 1912 ഏപ്രിൽ 15 പത്രവാർത്ത വായിച്ച് ആ മനുഷ്യൻ ഞെട്ടുകയാണ്. അദ്ദേഹം വായിച്ച വാർത്ത ഇപ്രകാരമാണ്: അദ്ദേഹം യാത്ര ചെയ്യാനിരുന്ന RMS ടൈറ്റാനിക് എന്ന് പറഞ്ഞ കപ്പൽ അന്ന് പ്രഭാതത്തിൽ ഒരു മഞ്ഞുകട്ടയിലിടിച്ച് ആ കപ്പലിലുണ്ടായിരുന്ന ഭൂരിഭാഗം മനുഷ്യരോളം മരിച്ചെന്ന വാർത്ത ഒരു ഞെട്ടലോടെ അല്ലാതെ അദ്ദേഹത്തിന് വഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഹിതമുണ്ട്. നമ്മളെപ്പറ്റിയുള്ള ഒരു പദ്ധതി അത് ദൈവത്തിൻ്റെ മനസ്സിനുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പെട്ടെന്ന് എന്തേ കിട്ടാതെ പോകുന്നു, ഈ യാതനകൾ മാത്രം എന്തേ എൻ്റെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നു എന്ന ചിന്തയോടെ വിചാരത്തോടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ചിലത് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, ഇരട്ടിയായിട്ട് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട്, ഇരട്ടി കൃപ, ഇരട്ടി അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുവാനായിട്ട് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അവസരങ്ങളായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ മരുഭൂമി അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഒരിക്കലും തളർന്നു പോകാതെ, മറിച്ച് തമ്പുരാനെ കൂടുതൽ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. സഹനങ്ങളിൽ തമ്പുരാനെ കൂടുതൽ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ജോബിൻ്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. വെറുതെ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് എടുത്തു വെച്ച് വായിച്ചു നോക്കേണ്ട പുസ്തകമാണ്. നോക്കണേ, ഈ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ ജോബ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വേദനകളെ പറ്റിയാണ് പറഞ്ഞു വെക്കുന്നത്. ജോബ് നീതിമാനായിരുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും നീതിപൂർവ്വം പ്രവർത്തിച്ചു. ദൈവത്തെ പറ്റി പറഞ്ഞു വെക്കുകയാണ്, മക്കൾ ചെയ്ത പാപത്തിന് പോലും ഈ മനുഷ്യൻ പാപപരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എങ്കിൽ പോലും ദൈവം ജോബിനെ ഒരു പരീക്ഷണത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ ജോബിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെടുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം നഷ്ടപ്പെടുന്നു, ആടുമാടുകൾ നഷ്ടപ്പെടുന്നു, മക്കൾ നഷ്ടപ്പെടുന്നു, ഭാര്യ പോലും പിണങ്ങിപ്പോകുന്നു.
എന്നാൽ സ്വന്തം ശരീരം മുഴുവൻ വ്രണങ്ങൾ ബാധിച്ച് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ഇരുന്നു കൊണ്ട് ഓട്ട് കഷ്ണങ്ങളെടുത്ത് സ്വന്തം ശരീരത്തിലെ വ്രണങ്ങളെ ചിരണ്ടിക്കൊണ്ട് ജോബ് ദൈവസന്നിധിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: കർത്താവ് തന്നു, കർത്താവ് എടുത്തു, ആ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, അതൊരു ബോധ്യമാണ്. വേദനകളിൽ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു ബോധ്യം അതായിരിക്കണം. തമ്പുരാൻ തന്നതല്ലേ ഈ ജീവിതം, തമ്പുരാനല്ലേ നമുക്കിന്ന് നമ്മൾക്ക് സ്വന്തമായിട്ടുള്ളതെന്ന് നമ്മൾ കരുതുന്നതൊക്കെ തന്നത് ഈ ദൈവമല്ലേ. ആ ദൈവം അതിൽ ചിലതെടുക്കുമ്പോൾ, ചിലതിന് അല്പം കാലതാമസം വരുത്തുമ്പോൾ, ചില കാര്യങ്ങളൊന്നും മുടക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തകർന്നു പോകുന്നത്? തമ്പുരാൻ എടുത്തിട്ടുണ്ടെങ്കിൽ തമ്പുരാന് തരുവാനായിട്ട് ശക്തിയുണ്ട്. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു തരുവാനായിട്ടും നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ട്. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ നോമ്പൊക്കെ കുറച്ചുകൂടെ അനുഭവമായിട്ട് നമുക്ക് മാറും. അതിനേക്കാൾ ഉപരി വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഈ നോമ്പ് കാലത്ത് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയട്ടെ, കൂടുതൽ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുവാനായിട്ട് കഴിയട്ടെ. അപ്പോൾ ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹപ്രദമായിട്ട് മാറും. 1975 വിംബിൾഡൺ കിരീടം ഉയർത്തിയ വ്യക്തിയാണ് ആർതർ ആഷെ. പിന്നീട് തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് എയ്ഡ്സ് എന്ന മാരക രോഗം ഈ മനുഷ്യന് പിടിപെടുകയാണ്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ മനുഷ്യനോട് ചോദിച്ചു: നിങ്ങൾക്ക് ഈ ദൈവത്തോട് ദേഷ്യം തോന്നിയിട്ടില്ലേ? കാരണം ഇത് നിങ്ങളുടെ നല്ലൊരു പ്രായമാണ്, നിങ്ങൾ കളിക്കളത്തിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ നല്ലൊരു പ്രായത്തിൽ ഈ രോഗം നൽകിയ ദൈവത്തോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ടില്ലേ? സ്നേഹമുള്ളവരെ, അതിന് ഈ മനുഷ്യൻ പറഞ്ഞ ഉത്തരമാണ് പിന്നീട് ലോകത്തിൽ അതിനേക്കാൾ അധികം ശ്രദ്ധിക്കപ്പെട്ടത്. ഈ മനുഷ്യൻ പറയുകയാണ്, ഈ ലോകത്ത് ഏകദേശം 5 കോടി മനുഷ്യർ ടെന്നീസ് കളിക്കാൻ ആരംഭിച്ചു. അതിൽ 50 ലക്ഷം പേര് അത്യാവശ്യം നന്നായിട്ട് ടെന്നീസ് കളിക്കാൻ പഠിച്ചു. അതിൽ 50,000 പേര് മികച്ച ടെന്നീസ് കളിക്കാരാണ്. അതിൽ 5,000 പേര് പ്രൊഫഷണലായിട്ട് ടെന്നീസ് കളിക്കാനായിട്ട് പോകുന്നുണ്ട്. അതിൽ വെറും 50 പേര് മാത്രമാണ് ഈ വിംബിൾഡണിൽ എത്തുന്നത്. അതിൽ വെറും 4 പേര് മാത്രമാണ് സെമി ഫൈനലിൽ എത്തുന്നത്. അതിൽ 2 പേര് മാത്രമാണ് ഫൈനലിൽ എത്തുന്നത്. ആ ഫൈനലിൽ ഒന്നാമതായപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് ഞാൻ വിജയിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ വേദനയിലും ഇന്നത്തെ സഹനത്തിലും ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കുകയില്ല എന്തുകൊണ്ട് ഞാനെന്ന്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അൽഫോൻസാമയൊക്കെ പറയുന്നത് പോലെ, കഷായം തന്ന ദൈവം തന്നെ പഞ്ചസാരയും നൽകും. വിശുദ്ധരുടെയൊക്കെ ജീവിതം ഇക്കാര്യത്തിൽ നമുക്ക് വലിയ മാതൃകയാണ്. കൊച്ചു ത്രസിയ പറയുകയാണ്, ദൈവത്തിൻ്റെ കയ്യിലെ പന്താണ് ഞാൻ. ആ പന്ത് ഉപയോഗിച്ച് ദൈവം എങ്ങനെ വേണമെങ്കിലും എന്നെ ഉപയോഗിച്ചു കൊള്ളട്ടെ, ആ പന്ത് വലിച്ചെറിഞ്ഞു കൊള്ളട്ടെ, തട്ടിക്കളിച്ചു കൊള്ളട്ടെ, എനിക്ക് പരാതിയില്ല. കാരണം ഞാനെന്ന പന്ത് ഇരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലല്ലേ. മറ്റൊരിടത്ത് മദർ തെരേസ പറയുകയാണ്, ദൈവത്തിൻ്റെ കയ്യിലെ പെൻസിലാണ് ഞാൻ. ആ പെൻസിൽ ഉപയോഗിച്ച് ദൈവം എന്നെ എങ്ങനെ വേണമെങ്കിലും വരച്ചു കൊള്ളട്ടെ, എനിക്ക് പരാതിയില്ല. കാരണം ഞാനെന്ന പെൻസിൽ ഇരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലല്ലേ. സ്നേഹമുള്ളവരെ, സഹനങ്ങൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റുവാനായിട്ട് നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ട്. ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ വെച്ച് നീട്ടുന്നുണ്ടെങ്കിൽ, ചില മരുഭൂമി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ വെച്ച് നീട്ടുന്നുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റുവാനായിട്ട് നമ്മുടെ തമ്പുരാന് ശക്തിയുണ്ട്. അല്ലെങ്കിൽ ആ സഹനങ്ങളിൽ ചേർത്ത് പിടിക്കുവാനായിട്ട് ഒരു സഹനശക്തി ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും. ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ നോമ്പ് കാലത്തിൽ നമുക്ക് സാധിക്കട്ടെ. 2001 സെപ്റ്റംബർ 11 അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെടുന്നത്. അന്ന് ഏകദേശം 2.5 ലക്ഷത്തോളം വിറ്റുപോയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പ്രകാരമാണ് വേദനിക്കുമ്പോൾ എവിടെയാണ് ദൈവം. ഭക്തനായ മനുഷ്യന് ദൈവം നൽകുന്ന ഒരു ഉത്തരത്തെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഒരു മനുഷ്യൻ വളരെ സന്തോഷവാനായിട്ട് ഇങ്ങനെ ഒരു കടൽ തീരത്തൂടെ നടന്നു പോവുകയാണ്. നോക്കുമ്പോൾ 4 കാലടികൾ കാണാം. 2 കാലടികൾ ഈ മനുഷ്യൻ്റെയും മറ്റ് 2 ദൈവത്തിൻ്റെയും. പിന്നീട് ഈ ജീവിതത്തിൽ ഈ മനുഷ്യൻ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ കടന്നു വരികയാണ്. അപ്പോൾ നോക്കുമ്പോൾ 2 കാലടികൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുന്നു, ദൈവമേ, നീ എൻ്റെ സന്തോഷത്തിൻ്റെ നാളുകളിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ വേദനയുടെ നാളുകളിൽ നീ എവിടെയാണ്? ആ ചോദ്യത്തിന് ദൈവം കൊടുക്കുന്ന ഉത്തരമാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. ദൈവം പറയുകയാണ്, നീ നോക്ക്, നിൻ്റെ വേദനയുടെ നാളുകളിൽ നീ കാണുന്നത് നിൻ്റെ കാലടികളല്ല, മറിച്ച് ആ കാലടികൾ എൻ്റെയാണ്.
കാരണം വേദനയുടെ നാളുകളിൽ ഞാൻ നിന്നെ എന്നോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളുടെ വേദനകളിൽ തമ്പുരാൻ നമ്മളെ ചേർത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വേദനകളിലും നമ്മുടെ കഷ്ടപ്പാടുകളിലും ഇന്നത്തെ ജീവിതത്തിലെ ദുഃഖത്തിലും ദുരിതത്തിലുമൊക്കെ തമ്പുരാനോട് ചേർന്നിരിക്കുവാനായിട്ട് കഴിയട്ടെ. സഹനങ്ങൾ ചിലപ്പോൾ എടുത്തു മാറ്റപ്പെടത്തില്ലായിരിക്കാം, പക്ഷേ സഹനങ്ങളിൽ തളർന്നു പോകാതെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുവാനുള്ള ഒരു സഹനശക്തി തമ്പുരാൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നൽകും. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ഈ നോമ്പിൻ്റെ ദിനരാത്രങ്ങളിൽ മുൻപോട്ട് പോകാം. ജീവിതത്തിൽ മരുഭൂമി അനുഭവം കടന്നു വരുമ്പോൾ, ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും തിന്മയായതുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ മനോഭാവം പിതാവ് നമ്മളെ ഏൽപ്പിച്ച ഒരു ഹിതമുണ്ട്. നമ്മളാൽ പൂർത്തിയാക്കപ്പെടേണ്ട ഒരു കഥ നമ്മുടെ ഈ ജീവിതത്തിലുണ്ട്. അത് പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. നമ്മളെ ഈ ഭൂമിയിൽ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ കുടുംബമായിക്കൊള്ളട്ടെ, നമ്മളുടെ മക്കളായിക്കൊള്ളട്ടെ, നമ്മളുടെ മാതാപിതാക്കളായിക്കൊള്ളട്ടെ, നമ്മളുമായിട്ട് ചേർന്നിരിക്കുന്ന മറ്റെന്തുമായിക്കൊള്ളട്ടെ, ഇവരെയെല്ലാം ചേർത്ത് നിർത്തി തമ്പുരാൻ തന്ന ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ തളർന്നു പോകാതിരിക്കട്ടെ. വേദനകളും കഷ്ടപ്പാടുകളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയെല്ലാം അതിനെ ഒരു ദൈവഹിതമായി കണ്ടുകൊണ്ട് ഈ മരുഭൂമി അനുഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ട ഒരു പാതയാണെന്ന ബോധ്യത്തോടുകൂടി തമ്പുരാനോട് ചേർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങനെ കൂടുതൽ ദൈവകൃപയിൽ ആഴപ്പെടുവാനും ഈ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും അപ്പുറം തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ വെച്ച് നീട്ടിയിരിക്കുന്ന വലിയൊരു പ്രത്യാശയുണ്ട് എന്നൊരു ബോധത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.